السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളാണ് നമ്മൾ പഠനം ആരംഭിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പഠിക്കലാണ് ശർഈയായ, അതല്ലെങ്കിൽ വിജ്ഞാനത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ വിജ്ഞാനം. അതിനുശേഷമാണ് ബാക്കിയുള്ള അറിവുകൾ, വിജ്ഞാനങ്ങളൊക്കെ വരുന്നത്. കാരണം ഒരാൾ തൻ്റെ റബ്ബിനെക്കുറിച്ച് പഠിക്കുക എന്നത് അയാളുടെ മേൽ ഒന്നാമത്തെ നിർബന്ധ ബാധ്യതയാണ്. എങ്കിൽ മാത്രമേ അള്ളാഹു എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്, എന്താണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നത് തിരിച്ചറിയാനും അത് യാഥാർത്ഥ്യവൽക്കരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ചില ആമുഖങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം അൽ ഹുസ്ന, ഏറ്റവും നല്ല നാമങ്ങളാണ്, അത്യുത്തമമായ നാമങ്ങൾ എന്നാണ് അൽ ഹുസ്ന എന്ന ആ പദം അറിയിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു പറഞ്ഞതാണത്. അള്ളാഹുവിനാകുന്നു അത്യുത്തമമായ ഏറ്റവും നല്ല നാമങ്ങളുള്ളത്. എന്തുകൊണ്ടാണ് അൽ ഹുസ്ന എന്ന് പറയാനുള്ള കാരണം? അള്ളാഹുവിൻ്റെ നാമം എന്നത് കേവലം ഒരു നാമം, ഒരു പേര് മാത്രമല്ല, മറിച്ച് ആ നാമങ്ങൾ അതിലടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ കേവലം ഒരു പേര്, ഒരു നാമം എന്നതല്ല. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആളും പേരും തമ്മിൽ ചിലപ്പോൾ യാതൊരു ബന്ധം ഉണ്ടാവുകയില്ല. ഒരാളുടെ പേര് പോലെ ആയിരിക്കുകയില്ല അയാള്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ റബ്ബ്, അവന്റെ നാമം എന്നത് ഏറ്റവും നല്ല നാമങ്ങളാണ് എന്ന് പറയാനുള്ള കാരണം ഓരോ നാമത്തിനും അതിലടങ്ങിയ വിശേഷണങ്ങളുണ്ട്. നാമങ്ങളെല്ലാം അത്യുത്തമമാണ്, വിശേഷണങ്ങളെല്ലാം അത്യുന്നതമാണ്. ഇത് അസ്മാ വ സിഫാത്തിലെ വളരെ അടിസ്ഥാനപരമായ ഒരു ഖാഇദയാണ്, അടിസ്ഥാനമാണ്, ഒരു തത്വമാണത്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയാറുള്ളത് അസ്മാ ഉല്ലാഹി അഅലാമുൻ വ ഔസാഫുൻ. അസ്മാ ഉല്ലാഹി അഅലാമുൻ വ ഔസാഫുൻ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്നത് അലമുകളാണ്, അഥവാ അള്ളാഹുവിൻ്റെ ഏത് നാമവും അതറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ദാത്തിനെയാണ്, അള്ളാഹുവിനാണ് അറിയിക്കുന്നത്. അതോടൊപ്പം ആ നാമം എന്നത് കേവലം ഒരു നാമമായി അവശേഷിക്കുന്നില്ല, മറിച്ച് അതിൽ വിശേഷണങ്ങളുണ്ട്. ഓരോ നാമം പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലുള്ള വിശേഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിലും ആവർത്തിച്ചു പറഞ്ഞതുപോലെ,
അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ പഠിക്കുക എന്നത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താണ് ഈ ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കൽ, അത് മനഃപ്പാടമാക്കൽ, അത് മുഖേന അള്ളാഹു പറഞ്ഞതുപോലെ അവനെ വിളിച്ചു പ്രാർത്ഥിക്കൽ, അതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിനനുസൃതമായ ജീവിതം നയിക്കൽ. അള്ളാഹു സമീഅ ആണ്, എല്ലാം കേൾക്കുന്നവനാണ്. ആ ഒരു ശ്രദ്ധ, ആ ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അള്ളാഹു അൽ ബസീർ, എല്ലാം കാണുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അള്ളാഹു അർ റഖീബ്, നിരീക്ഷിക്കുന്നവനാണ്. അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണ്. അൽ അലീം, എല്ലാം അറിയുന്നവനാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാവണം. ഇങ്ങനെ ഒരാൾ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അത് ഇഹ്സാ ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനേകം കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് നമ്മെ സഹായിക്കുന്ന വളരെ വലിയ ഒരു കാര്യമാണ് നമ്മൾ ഈ പഠനം ആരംഭിച്ച കാര്യം. ഇത് ഓരോന്നും അതിൻ്റെ ആ പേരും നാമവും വിശേഷണവും അർത്ഥവും ഒക്കെ പഠിക്കുക എന്നത് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് ഓരോ നാമങ്ങൾ നമ്മൾ എടുത്തു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അത് പതിയും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ ഹിഫ്ലാക്കാനും നമുക്കതിൻ്റെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാവാനും നമ്മെ സഹായിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ നാമം അള്ളാഹു എന്ന നാമത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമമാണ് അള്ളാഹു എന്ന നാമം. പരിശുദ്ധ ഖുർആനിൽ ധാരാളം തവണ വന്നിട്ടുള്ള ഒരു നാമമാണിത്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു, അർ റബ്ബ്, അർ റഹ്മാൻ, ഈ 3 നാമങ്ങളും ബാക്കിയുള്ള അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളും ഇതിലേക്കാണ് മടങ്ങുന്നത്. ഒരു വലിയൊരു ഫായിദയാണ്, അത് ഗുണപാഠമാണത്. അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നതും തരാത്തതുമായ നാമങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. 99 നാമങ്ങൾ മാത്രമാണ് അള്ളാഹുവിനുള്ളത്? അല്ല, അത് നമുക്ക് അറിയിച്ചു തന്നു എന്നത് മാത്രം. അതല്ലാത്ത നമുക്ക് അറിയിച്ചു തരാത്ത നാമങ്ങളും അള്ളാഹുവിനുണ്ട്. ആ അറിയിച്ചു തന്നതിൽ ഈ 3 നാമങ്ങളിലേക്കാണ് എല്ലാ നാമങ്ങളും മടങ്ങുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു എന്ന നാമം ഇതറിയിക്കുന്നത് എന്താണ്? അൽ ഇലാഹ്, അള്ളാഹുവാണ് ഇലാഹ്, അള്ളാഹുവാണ് ആരാധ്യൻ. അവൻ മാത്രമാണ് ആരാധനക്ക് അർഹത ഉള്ളവൻ. ഇതുമായി ബന്ധപ്പെട്ട് ഇതറിയിക്കുന്ന അള്ളാഹുവിൻ്റെ മറ്റേത് നാമങ്ങളുണ്ടോ അതൊക്കെ ഇതിലേക്കാണ് മടങ്ങുക? അള്ളാഹു എന്ന നാമത്തിലേക്ക് മടങ്ങും. അറബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും, വിശദമായിട്ട് വരാനുണ്ട്. അള്ളാഹുവിൻ്റെ റുബൂബിയത്താണ് അറിയിക്കുന്നത്. അള്ളാഹുവാണ് സ്രഷ്ടാവ്, നിയന്താവ് എന്നൊക്കെ അറിയിക്കുന്ന നാമമാണ് അറബ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ, പ്രവർത്തികൾ അറിയിക്കുന്ന ഏതൊക്കെ നാമങ്ങളുണ്ടോ അതൊക്കെ ഏതിലേക്ക് മടങ്ങും? അറബ് എന്ന നാമത്തിലേക്ക് മടങ്ങും. അർ റഹ്മാൻ എന്ന നാമം എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ, അതിവിശാലമായ കാരുണ്യമുള്ളവൻ എന്നാണ് അർത്ഥം. ആ നാമം സമാനമായ അള്ളാഹുവിൻ്റെ ഏതൊക്കെ നാമങ്ങളുണ്ടോ അതൊക്കെ ഇതിലേക്കാണ് മടങ്ങുക. ഉദാഹരണത്തിന്, അള്ളാഹുവിൻ്റെ ഇഹ്സാൻ അറിയിക്കുന്ന, അള്ളാഹു സൃഷ്ടികൾക്ക് ഗുണം ചെയ്യും, നന്മ ചെയ്യും, അവൻ ഉദാരശീലനാണ്,
എന്നൊക്കെയുള്ള നാമങ്ങൾ ഇതിലേക്കാണ് മടങ്ങുക. ഇങ്ങനെ ഈ 3 നാമങ്ങളും സഹോദരങ്ങളെ മറ്റുള്ള എല്ലാ നാമങ്ങളുടെയും അടിസ്ഥാനമാണ് എന്ന് പറയാം. അതിൽപ്പെട്ട ഒരു നാമമാണ് അള്ളാഹു. മറ്റൊരു പ്രത്യേകത, ഈ 3 നാമങ്ങളും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹു എന്ന നാമം അവിടെ വന്നു. റബ്ബിൽ ആലമീൻ, റബ്ബ് എന്ന നാമം അവിടെ വന്നു. തൊട്ടടുത്ത ആയത്ത് എന്താ? അർ റഹ്മാൻ അർ റഹീം. ഈ 3 നാമങ്ങളും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ തുടക്കത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാം. ആ നാമത്തിന് വലിയ പ്രത്യേകതയുണ്ട്, ആ നാമങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. അതിൽപ്പെട്ട ഒരു നാമമാണ് സഹോദരങ്ങളെ അള്ളാഹു എന്ന നാമം. അള്ളാഹു എന്ന നാമത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, അത് ഇസ്മുല്ലാഹിൽ അഅ്ളം അല്ലെങ്കിൽ ഇസ്മുൽ ജലാല എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം ഇതാണ്. ഈ നാമത്തിന്റെ പ്രത്യേകത, ഈ നാമം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആരംഭിക്കുക. എന്തുകൊണ്ടാണ്? മറ്റേത് നാമങ്ങൾ പറയുമ്പോഴും ഇതിലേക്കാണ് അത് മടക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹ, അതുകൊണ്ട് ആ നാമങ്ങൾ മുഖേന അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് മറ്റേത് നാമം പറയുമ്പോഴും ആ നാമം അടങ്ങുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. ഹു അല്ലാഹു, അവനാകുന്നു അള്ളാഹു. അല്ലദി, അവൻ എങ്ങനെയുള്ളവനാണ്? ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ആലിമുൽ ഗൈബി വശഹാദ, അവൻ രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും ഒക്കെ അറിയുന്നവനാകുന്നു. ഹുവർ റഹ്മാനു റഹീം, അവൻ റഹ്മാനാകുന്നു റഹീമാകുന്നു. നോക്കൂ, ഇതൊക്കെ മടങ്ങുന്ന എവിടേക്കാണ്? അള്ളാഹുവിലേക്കാണ്. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. നോക്കൂ, എല്ലാം അള്ളാഹുവിലേക്കാണ് മടങ്ങുക. റഹ്മാൻ അള്ളാഹു ആണ്, റഹീം അള്ളാഹു ആണ്. അങ്ങനെ അറിയോ? അള്ളാഹു റഹീമാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു അസീസാണ്, അള്ളാഹു അൽ മലിക്കാണ്. ഇങ്ങനെയാണ് പറയുക. അപ്പൊ എല്ലാ നാമങ്ങളും മടങ്ങുന്നത് ഈ നാമത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് ഈ നാമത്തെക്കുറിച്ച് പറയാനുള്ള കാരണം. ഈ നാമം ഹദീസിൽ വന്നതുപോലെ ആര് ഈ നാമം വിളിച്ചു ദുആ ചെയ്തുവോ അവൻ ഉത്തരം നൽകപ്പെടും. അള്ളാഹുവേ എന്ന് വിളിച്ചു ചോദിക്കുക എന്നത് സഹോദരങ്ങളെ ചെറിയ കാര്യമല്ല. അള്ളാഹുവേ എന്ന് വിളിക്കുക പൊതുവെ നമുക്ക് വിചാരിക്കും ചെറിയൊരു കാര്യമാണ്, എല്ലാവരും വിളിക്കുന്നില്ലേ. അള്ളാഹുവേ എന്ന ആ വിളി വലിയ കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമമാണത്. അതുകൊണ്ട് അള്ളാഹ് എന്ന് വിളിച്ച് നമ്മൾ ഒരു കാര്യം ചോദിക്കുക എന്നത് അത് ഉത്തരം നൽകപ്പെടാനുള്ള കാരണമാണ്. യാ അള്ളാഹ്, പരിശുദ്ധ ഖുർആനിൽ എത്ര എത്ര ദുആകളുണ്ട്. അള്ളാഹുവേ, അത് സഹോദരങ്ങളെ ഈ നാമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ നാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയിൽപ്പെട്ടതാണ് തൊട്ടുമുന്നേ സൂചിപ്പിച്ചതുപോലെ എല്ലാ നാമങ്ങളും ഈ നാമത്തിലേക്കാണ് മടങ്ങുക എന്ന് പറഞ്ഞു. എല്ലാ നാമങ്ങളും അൽ ഇലാഹ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അറിയിക്കുന്ന ഏതൊക്കെ നാമങ്ങളുണ്ടോ അതൊക്കെ ഈ നാമത്തിലേക്ക് മടങ്ങും. അത് ഈ നാമത്തിൻ്റെ ഈ പേരിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്, പൊതുവെ യാ എന്ന നിദാഇന്റെ വിളിയുടെ ഒരക്ഷരം തൊട്ടു മുന്നേ വന്നാൽ അറബി ഭാഷാ നിയമപ്രകാരം അലിഫ്ലാം നഷ്ടപ്പെടും.
എന്നാൽ അള്ളാഹുവിനെ യാ അള്ളാഹ് എന്ന് വിളിക്കുമ്പോൾ അലിഫ്ലാം നഷ്ടപ്പെടുകയില്ല. അത് ഈ നാമത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിൽ ബഹുഭൂരിപക്ഷം ദിക്റുകളിലും ഈ നാമം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏത് ദിക്ർ എടുത്തോളൂ, ഇതില്ലാത്ത ഈ ഒരു അള്ളാഹു എന്ന നാമമില്ലാത്ത ദിക്റുകൾ വളരെ കുറവായിരിക്കും. ഉണ്ടോ? ഏത് നാമം എടുത്തോളൂ, ഏത് ദിക്ർ എടുത്തോളൂ, അള്ളാഹുവിൻ്റെ നാമം അതിലുണ്ടാകുമെന്നത് ഈ നാമത്തിൻ്റെ വലിയ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹു എന്ന നാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആനിൽ 2200-ലധികം തവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഖുർആനിൽ 2200-ലധികം തവണ അള്ളാഹു എന്ന നാമം വന്നിട്ടുണ്ട്. 30-ലധികം ആയത്തുകൾ അള്ളാഹു എന്ന് തുടങ്ങിയിട്ടുണ്ട്. ആയത്ത് തുടക്കം അള്ളാഹുവിൻ്റെ ഈ നാമം കൊണ്ട് 30-ലധികം ആയത്തുകൾ അള്ളാഹു ആരംഭിച്ചതായി നമുക്ക് കാണാം. അത് ഈ നാമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സഹോദരങ്ങളെ, തൊട്ടു മുന്നേ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ ഏതൊരു നാമത്തിലും ഒരു വിശേഷണം ഉണ്ടാവും. അള്ളാഹു എന്ന നാമത്തിലെ വിശേഷണം എന്താണ്? അൽ അൽ ഇലാഹ്. അൽ ഇലാഹ് എന്നതാണ് അള്ളാഹു എന്ന നാമത്തിലെ വിശേഷണം. മറക്കരുത്, വിട്ടുപോകരുത്, കണക്ഷൻ പോയി പോകരുത്. നാമം, വിശേഷണം രണ്ടും പഠിക്കണം. അപ്പോഴാണ് നമുക്ക് അത് ഉപകാരപ്പെടുകയുള്ളൂ. അൽ ഇലാഹ് എന്നതാണ് ഇതിലെ വിശേഷണം, അല്ലെ? അതുകൊണ്ടാണ് അസ്മാ വ സിഫാത്ത് എന്ന് പറഞ്ഞത്. അസ്മാ മാത്രമാണോ? അല്ല, സിഫാത്തുകൾ കൂടിയുണ്ട്. അത് രണ്ടും യഥാരൂപത്തിൽ ഉൾക്കൊള്ളണം. അപ്പോഴാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നമ്മൾ നിലനിൽക്കുകയുള്ളൂ. ഇതിൽ പിഴച്ചുപോയ ആളുകൾക്കൊക്കെ, മുൻഗാമികളിൽ പഴയ കാലത്ത് പിഴച്ചുപോയ ഒരുപാട് കക്ഷികളുണ്ട്. അവർക്കൊക്കെ പിഴവ് പറ്റിയതിൻ്റെ അടിസ്ഥാനം ഈ വിഷയത്തിലാണ്. അൽ ജഹ്മിയ, അൽ മുഅ്തസില, അൽ അശ്അരിയ, അൽ മാതുരിദിയ തുടങ്ങി അഹ്ലുസുന്നത്തിന് എതിരായി നിൽക്കുന്ന അനേകം കക്ഷികളുണ്ട്. അവർക്കൊക്കെ പറ്റിയ പിഴവ് ഈ വിഷയത്തിലാണ്. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. എന്നാൽ അതോടൊപ്പം കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് സമാധാനവും ആശ്വാസവും ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഏറ്റവും എളുപ്പമാണിത്, ഏറ്റവും എളുപ്പമുള്ള ഒരു വിജ്ഞാനമാണിത്. നമ്മുടെ മനസ്സിന്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിന് അനേകം സ്വാധീനങ്ങൾ നൽകുന്ന, നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ പഠിക്കുക എന്നുള്ളത്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു എന്ന നാമത്തിൽ അടങ്ങിയിട്ടുള്ള വിശേഷണം അൽ ഇലാഹ്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅബൂദ്. എന്താണ് അൽ മഅബൂദ് എന്ന് പറഞ്ഞാൽ? ആരാധിക്കപ്പെടുന്നവൻ. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അൽ മഅലൂഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ആരാധ്യൻ എന്ന് നമ്മൾ പറയുമെങ്കിലും ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അതിന് അർത്ഥം പറയുക. അള്ളാഹു മാത്രമാണ് അൽ ഇലാഹ്, ആരാധനക്ക് അർഹതയുള്ളവൻ. ഇബാദത്തായി എന്തൊരു കാര്യമുണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രമേ അർഹതയുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഇബാദത്തുകൾ അർഹതയില്ല. ദുആ ആവട്ടെ, നേർച്ചയാവട്ടെ, തവക്കുലാവട്ടെ, സഹായതേട്ടങ്ങളാവട്ടെ, ഏത് കാര്യവും, ഭയം, പ്രതീക്ഷ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. നമ്മുടെ നിസ്കാരം പോലെ, നമ്മുടെ നോമ്പ് പോലെ, നമ്മുടെ സക്കാത്ത് പോലെ, നമ്മുടെ ഹജ്ജ് പോലെ, നമ്മുടെ മറ്റ് സ്വതഖകൾ പോലെ ഏത് ഇബാദത്തുകളും അത് ലില്ലാഹ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അവനാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ്. ഇലാഹുകൾ, ആരാധ്യന്മാർ ഒരുപാടുണ്ട്, അല്ലേ?
ആരാധിക്കപ്പെടുന്ന വസ്തുക്കളും വ്യക്തികളും ശക്തികളും ഒക്കെ അനേകമുണ്ട്, അല്ലേ? ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നല്ല നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥം വെക്കേണ്ടത്. പിന്നെന്താ? അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? അത് ആ പ്രയോഗത്തിൽ എന്തല്ല, ശരിയല്ല. ഒരാൾ അത് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അഹ്ലുസുന്നത്ത് പുറത്താക്കരുത് കേട്ടോ, അത് തിരുത്തി കൊടുക്കണം. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നത് അതിന്റെ നേർക്ക് നേരെയുള്ള ലഫ്ളം ബി ലഫ്ള് അർത്ഥം വെച്ചാൽ അങ്ങനെയാണ് കിട്ടുക. പക്ഷെ അതാണോ അർത്ഥം? അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നാണോ? അല്ല. അതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹതയുള്ള മറ്റാരുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതാണ് അതിന് അനുയോജ്യമായ അർത്ഥം. ഖുർആനിലും സുന്നത്തിലും ഒക്കെ വന്നിട്ടുള്ള അർത്ഥം അതാണ്. എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം? ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം ആരാധ്യന്മാർ അനേകമുണ്ട്. കല്ലുകൾ, മരങ്ങൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, ആൾദൈവങ്ങൾ, മരണപ്പെട്ടു പോയവർ, ഖബറാളികൾ, ധാരാളം ആരാധിക്കപ്പെടുന്ന ഇബാദത്തുകൾ നൽകപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ദുആ ചെയ്യപ്പെടുന്നവർ, നേർച്ച അർപ്പിക്കപ്പെടുന്നവർ, ഭരമേൽപ്പിക്കപ്പെടുന്നവർ, വിളിച്ചു തേടുന്നവർ, ഒരുപാട് ആളുകളുണ്ട്, പലതുമുണ്ട്. യഥാർത്ഥത്തിൽ അവർക്കൊന്നും എന്തില്ല? ആരാധനക്ക് അർഹതയില്ല. അവർക്ക് ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷെ ആരാധനക്ക് അർഹതയില്ല. ആരാധനക്ക് അർഹതയുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവ അർ-റഹ്മാൻ അർ-റഹീം. സുബ്ഹാനല്ലാഹ്. ആ ആയത്ത് നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ, അവൻ ഏകനായ ആരാധ്യനാകുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല. നോക്കൂ, ഖണ്ഡിതമായി അള്ളാഹു പറയുകയാണ്, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞാൽ അവനല്ലാത്ത ആരാധനക്ക് അർഹതയുള്ള മറ്റൊരാളുമില്ല. എന്നിട്ട് അള്ളാഹു അവന്റെ രണ്ട് നാമങ്ങൾ അവിടെ കൊടുത്തു. അള്ളാഹു അർ റഹ്മാൻ അർ റഹീം, അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അവൻ അവന്റെ സൃഷ്ടികൾക്ക് കാരുണ്യം ചെയ്യുന്നവനാണ്. നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ നാമങ്ങൾ അൽ ഹുസ്നയാണ് എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഒരുപാട് നാമങ്ങൾ ഇതുപോലെ നമുക്ക് കാണാം. ആയത്തിന്റെ അവസാനത്തിൽ എന്തുണ്ടാകും? അള്ളാഹുവിന്റെ നാമങ്ങൾ ഉണ്ടാവും. വെറുതെ കൊടുത്താണോ? ഇങ്ങനെ പിൽക്കാലത്ത് അസ്മാഉൽ ഹുസ്ന എണ്ണി പറയാൻ കൊടുത്താണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിന് അനുയോജ്യമായ നാമങ്ങളായിരിക്കും ആ ആയത്തിന്റെ അവസാനത്തിൽ ഉണ്ടാവുക. അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്ന സന്ദർഭത്തിലാണെങ്കിൽ, താക്കീത് ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിൽ അവന്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. അല്ലെങ്കിൽ അവൻ പ്രതാപിയാണെന്ന് പറയും, അല്ല അസീസാണെന്ന് പറയും, അല്ലെങ്കിൽ അവന്റെ ഖുവ്വത്ത് ഓർമ്മപ്പെടുത്തും. ഇത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നാമങ്ങൾ കേവലം വെറുതെ ഒരു പേരല്ല എന്നതിനെ അറിയിക്കുന്ന കാര്യമാണ്. ഈ ആയത്തിൽ നോക്കൂ നിങ്ങൾ, അള്ളാഹു ഇലാഹാണ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, അവൻ റഹ്മാനും റഹീമുമാണ്. അവനെപ്പോലെ സൃഷ്ടികളോട് കാരുണ്യം ചെയ്യുന്ന ഒരാളും തന്നെ ഇല്ല. ഒരാൾക്ക് അതല്ലാത്ത വേറെന്താണ് വേണ്ടത്? ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ, ആയത്ത് കണ്ടിട്ടില്ലേ? നല്ല നാടും ഏറെ പുറത്തു നൽകുന്ന റബ്ബും. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, അൽ ഇലാഹ്, അതുപോലെ അള്ളാഹു വേറെയും പറഞ്ഞു, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദൂ ഇലാഹൻ വാഹിദ. വമാ ഉമിറൂ, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂ,
ഇലാഹൻ വാഹിദ, ഏകനായ ആരാധ്യനയല്ലാതെ ആരാധിക്കുവാൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, എന്നിട്ട് അള്ളാഹുവോട് പറഞ്ഞു നോക്കൂ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിനെ ആരൊക്കെ കൂടെ അവർ പങ്കു ചേർത്തുവോ അതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ്. ഒരു പങ്കാളിയെയും അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ കൂടെ ഒരു പങ്കാളിയെയും നിശ്ചയിക്കാൻ പാടുള്ളതല്ല. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഖുൽ, പറയുക, ഇന്നമാ യൂഹാ ഇലയ്യ, തീർച്ചയായും എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വഹി നൽകപ്പെടുന്നു. അന്നമ, എന്താണ് വഹി? ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ, അവൻ ഏകനായ ആരാധ്യനാകുന്നു. ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ ആ ഇലാഹിന് വഴിപ്പെടുന്നില്ലേ? നിങ്ങൾ അവന് കീഴൊതുങ്ങുന്ന മുസ്ലിമീങ്ങളായി തീരുന്നില്ലേ? അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അൽ ഇലാഹ് എന്ന പദം അത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അള്ളാഹു എന്ന നാമം അറിയിക്കുന്നത് അൽ ഇലാഹ് എന്ന ഈ വിശേഷണത്തെ, ഈ കാര്യത്തെയാണ്. എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു എന്ന് പറഞ്ഞാൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ദുൽ ഉലൂഹിയ്യതി വൽ ഉബൂദിയ്യതി അലാ ഖൽഖിഹി അജ്മഈൻ. ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊണ്ടുവന്ന അസറാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, അള്ളാഹു എന്ന് പറഞ്ഞാൽ ആ നാമത്തിൻ്റെ അർത്ഥം രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ദുൽ ഉലൂഹിയ്യ, അവൻ ഉലൂഹിയത്തുള്ളവനാണ്. എന്താണ് ഉലൂഹിയത്തുള്ളവനാണ് എന്ന് പറഞ്ഞാൽ? എന്താണ്? അവനാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അവനാണ് ആരാധനക്ക് അർഹതയുള്ളവൻ. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവന് മാത്രമേ അതിന് അർഹതയുള്ളൂ. അതുകൊണ്ട് ദുൽ ഉലൂഹിയ, അവനാണ് ഉലൂഹിയത്തുള്ളവൻ. രണ്ടാമത്തെ കാര്യം എന്താണ്? വൽ ഉബൂദിയ, മറ്റുള്ള എല്ലാവരും അള്ളാഹുവിൻ്റെ ഈ ഇലാഹിൻ്റെ അടിമത്വത്തിലാണ്. അവർ സമ്മതിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, തൗഅൻ ഔ കർഹൻ, എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനായാലും ശരി, അല്ലെങ്കിലും ശരി, ഇനി നിഷേധിക്കുന്ന മതനിഷേധി, നിരീശ്വരവാദിയായാലും ശരി, അവൻ ആരാണ്? അള്ളാഹുവിൻ്റെ അടിമയാണ്. അലാ ഖൽഖിഹി അജ്മഈൻ, അവന്റെ സർവ സൃഷ്ടികൾ, എല്ലാ സൃഷ്ടികളുടെ മേലും ഉലൂഹിയത്തും ഉബൂദിയത്തും ഉള്ളവൻ എന്നാണ് അള്ളാഹു എന്ന നാമത്തിന്റെ അർത്ഥം. എല്ലാ സൃഷ്ടികളുടെയും ഇലാഹ് അള്ളാഹു മാത്രമാണ്. എല്ലാ സൃഷ്ടികളും അവന്റെ അടിമത്വത്തിന് കീഴിലാണ്. അതാണ് അള്ളാഹു എന്ന നാമത്തിന് പറയപ്പെട്ട മനോഹരമായ വ്യാഖ്യാനം, അർത്ഥം. സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹു അൽ ഇലാഹ് എന്ന ആ നാമത്തെക്കുറിച്ച് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? അള്ളാഹു എന്ന നാമം, ഇത് ഇസ്മുല്ലാഹിൽ അഅ്ളം, ഇതാണ് ഏറ്റവും മഹത്തായ നാമം. ഇത് മറക്കരുത്, നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇസ്മുൽ ജലാല എന്നൊക്കെ പറയും. അള്ളാഹുവിൻ്റെ അത്യുന്നതമായ, അവൻ്റെ ഔന്നിത്യം അറിയിക്കുന്ന, ഈ പറഞ്ഞ തഫ്സീർ അത് അറിയിക്കുന്നതാണ്. ദുൽ ഉലൂഹിയ വൽ ഉബൂദിയ അലാ ഖൽഖിഹി അജ്മഈൻ, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുമില്ല. ഉണ്ടോ? ലോകത്ത് ആരെടുത്താലും ശരി, അവരെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ആരാധിക്കപ്പെടുന്ന ആരെടുത്തോളൂ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ
ആരാധിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഒരിക്കലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സൃഷ്ടികളുടെ മേൽ ഉലൂഹിയത്തോ ഉബൂദിയത്തോ ഇല്ല. ഉണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ്. അദ്ദേഹം ജനിച്ചു വീണപ്പോൾ തന്നെ പറഞ്ഞെന്താ? ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അതോടുകൂടി കഴിഞ്ഞു. അദ്ദേഹം അള്ളാഹുവിന്റെ ഉബൂദിയത്തിലാണ്. അദ്ദേഹം പ്രബോധനം ചെയ്തതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് അദ്ദേഹം വന്നത്. എന്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹു ആകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബാക്കി ആരാധിക്കപ്പെടുന്ന ആരെയും എടുത്തോളൂ, ഒക്കെ സൃഷ്ടികളാണ്. അവരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. അവർക്കൊന്നും ഉലൂഹിയത്തോ ഉബൂദിയത്തോ ഇല്ല. അത് സഹോദരങ്ങളെ നോക്കൂ, നമ്മൾ ആരാധിക്കുന്ന ഏതൊരു റബ്ബിനാണോ നമ്മൾ വഴിപ്പെട്ടിരിക്കുന്നത്, ആ റബ്ബിന്റെ അടിമകളാണ് എന്ന് പറയാൻ നമുക്ക് അഭിമാനമാണ്. ഇതുപോലെ വിശേഷണങ്ങൾ പറയാനുള്ള, ഇതുപോലെ നല്ല നാമങ്ങളുള്ള ആരുള്ളത്? ഏത് ആരാധ്യന്മാരെ കുറിച്ച് ഇത് പറയാൻ സാധിക്കും? അള്ളാഹുവിനല്ലാതെ. ആ റബ്ബിന്റെ അടിമകളാണ് നമ്മൾ എന്നത് അഭിമാനമുള്ള കാര്യമാണ്. നോക്കൂ, ആരോടും ആരുടെ മുന്നിലും പറയാൻ സാധിക്കുന്ന നാമമാണ്. സർവ്വലോകങ്ങളുടെയും ഇലാഹ്, എല്ലാ സൃഷ്ടികളുടെ മേൽ ഉലൂഹിയത്തുള്ളവൻ, ഉബൂദിയത്തുള്ളവൻ ആർക്ക് നിഷേധിക്കാൻ പറ്റും? വാദത്തിന് വെറുതെ എന്തെങ്കിലും പറയാന്നല്ലാതെ ഒരാൾക്കും പ്രാമാണികമായി ബുദ്ധിപരമായി നിഷേധിക്കാൻ സാധിക്കുകയില്ല. സാധിക്കോ? പ്രമാണം കൊണ്ട് എന്തായാലും സാധിക്കൂല. ഇനി ബുദ്ധി കൊടുത്ത് ചിന്തിച്ചാൽ സാധിക്കോ? വേറെ ഏതെങ്കിലും ഒരു ഇലാഹിനെ കൊണ്ടുവന്നിട്ട് ഇതാണ് ദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. ഇയാൾക്കാണ് ഉബൂദിയത്തുള്ളത് എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. കാരണം അള്ളാഹു അല്ലാത്ത എല്ലാം അവന്റെ സൃഷ്ടികളാണ്. അവരൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു ഉദ്ദേശിച്ച സമയത്താണ് അവർ ജനിച്ചു വീണത്, അവരുണ്ടായിട്ടുള്ളത്. അവർ പിന്നീട് ചലിക്കുന്നതും സംസാരിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകും, വിട പറഞ്ഞു പോകും, മരിച്ചു പോകും, അവരൊക്കെ മരണപ്പെട്ടു പോകും. അള്ളാഹുവാണ് അൽ ഹൈ അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവൻ. അവനാണ് അൽ അസീസ്, എല്ലാ പ്രതാപമുള്ളവൻ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഒന്നാമത്തെ നാമം അള്ളാഹു. അതിലടങ്ങിയ വിശേഷണം അൽ ഇലാഹ്. അൽ ഇലാഹ് എന്നത് നാമമായിട്ടും പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ തന്നെ ഇലാഹ് എന്ന് വന്നിട്ടുണ്ടല്ലോ, ഇലാഹുക്കും ഇലാഹുൻ. അത് അള്ളാഹുവിന്റെ നാമമായിട്ട് തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ നാമം അർ റബ്ബ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അള്ളാഹു അർ റബ്ബ് അർ റഹ്മാൻ, അതിൽപ്പെട്ടതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നാമമായി പണ്ഡിതന്മാർ പറഞ്ഞത് അർ റബ്ബ്. അർ റബ്ബ് എന്ന നാമം നേരത്തെ പറഞ്ഞതുപോലെ അതിമഹത്തായ അള്ളാഹുവിന്റെ നാമമാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. ഓരോന്ന് പറയുമ്പോഴും മഹത്തായ നാമമാണ് എന്ന് പറയേണ്ടി വരും. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഈ നാമം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് എവിടെ പറഞ്ഞത്? തുടക്കത്തിൽ ആദ്യം എവിടെ പറഞ്ഞത്? ഫസ്റ്റ് ഒരാൾ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ ആദ്യം അള്ളാഹുവിന്റെ ഈ അർ റബ്ബ് എന്ന നാമം എവിടെ കിട്ടുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ ഫാത്തിഹയിലെ അതിന്റെ തുടക്കം അല്ലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ആയത്തുൽ മുസ്തഖില്ല. അത് സൂറത്തിലെ ആയത്തല്ല, എല്ലാ സൂറത്തിലും അതിന്റെ തുടക്കത്തിലുള്ള ആയത്താണ്. സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങിയിട്ടാണ്. ഖുർആനിൽ ആദ്യമായി അള്ളാഹു ഈ നാമം എടുത്തു പറഞ്ഞത് ഇതിലാണ്. ആദ്യമായി അവതരിക്കപ്പെട്ട ആയത്തിലും ഇത് കാണാം അല്ലേ? ഫസ്റ്റ് ആദ്യം അവതരിച്ച ആയത്ത് ഏതാ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ നാമം പരിശുദ്ധ ഖുർആനിൽ
500-ലധികം തവണ റബ്ബ് എന്ന നാമം വന്നിട്ടുണ്ട്. 500-ലധികം തവണ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, തീർച്ചയായും എൻ്റെ നിസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ മറ്റു ഇബാദത്ത്, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം സർവ്വലോകങ്ങളുടെയും അള്ളാഹുവിനുള്ളതാകുന്നു. സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറഞ്ഞു. അതുപോലെ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് അതേ സൂറത്തിൽ തന്നെ പറഞ്ഞതായി കാണാം, ഖുൽ, പറയുക, അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈ. അല്ലാഹു അല്ലാത്ത മറ്റു വല്ലവരെയുമാണോ നിങ്ങൾ റബ്ബായി ആഗ്രഹിക്കുന്നത്? വഹുവ റബ്ബു കുല്ലി ഷൈ, അവനാവട്ടെ എല്ലാറ്റിൻ്റെയും റബ്ബാകുന്നു. എല്ലാറ്റിൻ്റെയും റബ്ബ് അല്ലാഹുവാണ് എന്നിരിക്കെ നിങ്ങൾക്ക് വേറെ റബ്ബിന് ആവശ്യമുണ്ടോ എന്നത് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, ഒക്കെ എന്താണ് ആയത്ത് നോക്കൂ സഹോദരങ്ങളെ. അതുപോലെ അല്ലാഹു പറഞ്ഞു, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീനായ അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു എന്താണോ നമ്മുടെ കാര്യത്തിൽ ഉദ്ദേശിച്ചത് അതേ നമുക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞു, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റഹീമായ, അങ്ങേയറ്റം കാരുണ്യമുള്ള, കാരുണ്യം ചെയ്യുന്ന റബ്ബിൽ നിന്നുള്ള സമാധാനമായ വാക്ക്. ഇവിടെയൊക്കെ റബ്ബ് റബ്ബ് എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് സഹോദരങ്ങളെ അർ റബ്ബ് എന്ന നാമത്തിന്റെ അർത്ഥം? എന്താണ് അർ റബ്ബിന്റെ അർത്ഥം? എന്താണ്? ദുർ റുബൂബിയ്യ. നേരത്തെ നമ്മൾ ദുൽ ഉലൂഹിയ വൽ ഉബൂദിയ എന്ന് പറഞ്ഞില്ലേ. ദുർ റുബൂബിയ്യതി അലാ ഖൽഖിഹി അജ്മഈൻ ഖൽഖൻ വമുൽകൻ വതസറുഫൻ വതദ്ബീറൻ. മലയാളത്തിൽ പറഞ്ഞാൽ സർവ സൃഷ്ടികളുടെയും മേൽ സൃഷ്ടിപ്പിന്റെ കാര്യത്തിലും അധികാരത്തിന്റെ കാര്യത്തിലും നിയന്ത്രണത്തിന്റെ കാര്യത്തിലുമൊക്കെ റുബൂബിയത്ത് ഉള്ളവൻ, അഥവാ അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ. റബ്ബ് എന്ന നാമം അറിയിക്കുന്നു, സൃഷ്ടാവിനെ അറിയിക്കുന്നു. അതുപോലെ അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ, അള്ളാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. അർ റുബൂബിയ അതല്ലെങ്കിൽ അർ റബ്ബ് എന്ന കാര്യത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പൊതുവെ എടുത്തു പറയാറുള്ളത്. ഖൽഖ്, മുൽക്ക്, തദ്ബീർ. സൃഷ്ടിപ്പ്, നിയന്ത്രണം, അധികാരം. ഒന്നുകൂടി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അഫ്ആലുകളൊക്കെ അഥവാ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അറിയിക്കുന്നതാണ് അർ റുബൂബിയത്ത്. അഥവാ സൃഷ്ടിക്കുക, നിയന്ത്രിക്കുക, ഉടമപ്പെടുത്തുക, കാര്യങ്ങൾ മാറ്റം വരുത്തുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, അധികാരം നൽകുക, അധികാരം ഊരിയെടുക്കുക, പ്രതാപം നൽകുക, നിന്ദ്യനാക്കുക, ഉയർച്ച നൽകുക, താഴ്ച നൽകുക. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറയുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, സർവാധിപത്യമുള്ളവനെ. അൽ മുൽക്ക് എന്താണ് അറിയിക്കുന്നത്? അല്ലാഹുവിന്റെ റുബൂബിയത്താണ് അറിയിക്കുന്നത്. എന്നിട്ട് എന്താണ് ചോദിക്കാൻ പറഞ്ഞത്? തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഇതൊക്കെ അല്ലാഹുവിന്റെ അഫ്ആലുകളാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ അറിയിക്കുന്ന നാമമാണ് അർ റബ്ബ്. ഈ നാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരൊറ്റ കാര്യം മാത്രമല്ല ഈ നാമം അറിയിക്കുക. ഒരു കാര്യം മാത്രമല്ല ഈ നാമത്തിലുള്ള ഇതിന്റെ അർത്ഥത്തിൽ വരിക. ഒരു കാര്യം മാത്രമാണോ? റബ്ബ് എന്ന് പറഞ്ഞാൽ കേവലം തർബിയത്ത് മാത്രമാണോ? സൃഷ്ടിക്കല് മാത്രമാണോ? അല്ല. ഇതൊക്കെ കാര്യങ്ങളൊന്ന് സൃഷ്ടിപ്പ്, നിയന്ത്രണം, അധികാരം
ഇതാണ് പ്രധാനമായി 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽപ്പെട്ടതാണ് ബാക്കിയുള്ളത്, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആമുഖം നമുക്ക് ഓർമ്മ വേണം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ കേവലം ഒരു നാമമല്ല, വെറുതെ ഒരു പേര് എന്നതല്ല, ഈ അർത്ഥവും ആശയവും ഒക്കെ ഉള്ള കാര്യമാണ്. ഒരു നാമം അതറിയിക്കുന്ന കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. അൽ ഖൽഖ്, അൽ മുൽക്ക്, അൽ തദ്ബീർ. അള്ളാഹുവാണ് റബ്ബ്. സഹോദരങ്ങളെ, ഈ നാമം വേറെ ആർക്കെങ്കിലും വകവെച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സൃഷ്ടാവായി അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ്. സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഈ ടേബിള് ഇത് സൃഷ്ടിച്ചതാണോ ഒരാൾ? അല്ല, ഇത് ഉണ്ടാക്കിയതാണ്. എന്താണ് ഉണ്ടാക്കലും സൃഷ്ടിക്കലും തമ്മിലുള്ള വ്യത്യാസം? ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാക്കലാണ്. എന്നാൽ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാലോ ഇല്ലായ്മയിൽ നിന്ന് കാര്യം സൃഷ്ടിക്കലാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള കാര്യമാണ്. അല്ലാഹു അല്ലാത്ത ഒരാളും സൃഷ്ടിക്കുകയില്ല. സൃഷ്ടാവ് അല്ലാഹു മാത്രമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. അൽ ഖാലിഖ് എന്ന നാമം വരാനുണ്ട്. അള്ളാഹുവിൻ്റെ അർ-റബ്ബ് എന്ന നാമം, ഈ നാമത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം അൽ മാലിക്, അസ്-സയ്യിദ് അഥവാ ഉടമസ്ഥൻ. ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലാണ് പൊതുവെ അർ-റബ്ബ് എന്നത് അറബിയിൽ ഉപയോഗിക്കുക. റബ്ബുൽ ബൈത്ത് എന്ന് അറബിയിൽ പറയും. മുതലാളി എന്ന അർത്ഥത്തിൽ, വീടിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ടാണ് അർബാബ് എന്ന് വിളിക്കുന്നത് അല്ലേ അറബിയിൽ. ആ പ്രയോഗം ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. വ്യത്യസ്തങ്ങളായ അർബാബുകൾ, റബ്ബുകളാണോ നല്ലത്, അതല്ല സർവ്വതിനെയും അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹു ആണോ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലുള്ള 2 കൂട്ടുകാരോട് ചോദിച്ചതാണ്. അർബാബ് എന്നാണ് അവിടെ പ്രയോഗിച്ചത്. സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ഉടമപ്പെടുത്തുകയും ആരാധനക്ക് അർഹതയുള്ളവനുമായ അള്ളാഹു പോരെ, അതല്ല വ്യത്യസ്തങ്ങളായ ഇതുപോലെയുള്ള ആളുകളാണോ നല്ലത്? റബ്ബ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ അർ-റബ്ബ് എന്ന് പറയാൻ പാടുള്ളൂ. സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോൾ അർ-റബ്ബ് എന്ന് പറയാൻ പാടുണ്ടോ? അലിഫ്ലാം ചേർത്ത് പറയാൻ പാടില്ല. അലിഫ്ലാം ചേർത്ത് അള്ളാഹുവിനെ മാത്രമേ അർ-റബ്ബ് എന്ന് പറയാൻ പാടുള്ളൂ. ഇനി ഒരാൾക്ക് നാമകരണം ചെയ്യണമെങ്കിൽ അബ്ദുർ റബ്ബ് എന്ന് വിളിക്കാം. എന്താണ് അതിൻ്റെ അർത്ഥം? റബ്ബിന്റെ അടിമ. ബാക്കിയുള്ള ഇതുപോലെ മുതലാളി, സയ്യിദ്, മാലിക്, യജമാനൻ എന്നൊക്കെ വിളിക്കുമ്പോൾ അലിഫ്ലാം ഉണ്ടാവില്ല. റബ്ബുദ്ദാർ, റബ്ബുൽ ബൈത്ത് ഇങ്ങനെയാണ് പറയുക. അള്ളാഹുവിന് അർ-റബ്ബ് എന്ന് പറയുമ്പോൾ അലിഫ്ലാം ചേർത്ത് പറയും. അതൊരു സൃഷ്ടികളെ കുറിച്ചും പറയരുത്. അർ-റബ്ബ് അർ-റബ്ബ് എന്ന് വിളിക്കരുത്, സൃഷ്ടികളെ വിളിക്കരുത്. ഒരാൾക്ക് അബ്ദുർ റബ്ബ് എന്ന് പേരുണ്ടെങ്കിൽ റബ്ബെ അർ-റബ്ബെ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ അബ്ദുള്ള എന്ന പേര് പോലെ, അബ്ദുള്ള എന്ന പേര് അങ്ങനെ തന്നെ വിളിക്കാൻ പാടുള്ളൂ. അബ്ദുള്ള എന്ന് വിളിക്കാൻ, അബ്ദ് ഒഴിവാക്കിയിട്ട് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ചില നാമങ്ങളുണ്ട് അങ്ങനെയാണ്, പല അർത്ഥങ്ങളിലും അത് പ്രയോഗിച്ചിട്ടുണ്ട്. ചില നാമങ്ങൾ അബ്ദില്ലാതെ ഉപയോഗിക്കരുത്. ഇപ്പൊ അർ-റഹ്മാൻ എന്ന നാമം, അള്ളാഹു എന്ന നാമം, അർ-റബ്ബ് എന്ന നാമം, അല്ലാത്ത ചില നാമങ്ങളുണ്ട്. അള്ളാഹു സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റഊഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദയുള്ള ആൾ. അങ്ങനെയുള്ള അതുപോലെ മുഹ്സിൻ, ഇഹ്സാൻ ഉള്ളവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അബ്ദില്ലാതെ വിളിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ചില നാമങ്ങളുണ്ട്, അബ്ദില്ലാതെ വിളിക്കാം. അള്ളാഹു സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞ ചില നാമങ്ങളുണ്ട്.
എന്നാൽ ഇങ്ങനെയുള്ള നാമങ്ങൾ ഒരിക്കലും അബ്ദില്ലാതെ വിളിക്കരുത്. റഹ്മാനെ റഹ്മാനെ എന്ന് വിളിക്കരുത്. അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കണം. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള നാമങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും അവസാനം തിരിയൂല. ഇത് അബ്ദുള്ള ആണോ എന്നാണോ ഏതാണെന്ന് തിരിയൂല. നല്ല നാമം നല്ല പേര് കൊണ്ടിട്ട് അവസാനം നശിപ്പിക്കും. അറബികൾ നിങ്ങൾ നോക്കൂ, എന്താണോ പേരിട്ടത് അതാണ് വിളിക്കുക. അബ്ദുള്ള, അത് തജ്വീദിന്റെ നിയമം അനുസരിച്ച് വിളിക്കും. അയിനൊക്കെ മുഴങ്ങിയിട്ടുണ്ടാവും. അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നൊക്കെ വിളിക്കും. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇതാണ് അർ റബ്ബ് അല്ലെങ്കിൽ റബ്ബ് എന്ന നാമത്തിന് അറബി ഭാഷയിൽ അർത്ഥം നൽകുക. അള്ളാഹുവിന്റെ ഈ നാമം ഒരുപാട് കാര്യങ്ങൾ, അള്ളാഹുവിന്റെ മറ്റനേക നാമങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് അർ റബ്ബ് എന്ന നാമത്തിൽ അൽ ഖാദിർ, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ ഹൈ, അൽ ഖയ്യൂം, അൽ അലീം, അൽ സമീഅ്, അൽ ബസീർ, അൽ മുഹ്സിൻ, അൽ മുൻഇം, അൽ ജവാദ്, അൽ മുഅ്തി, അൽ മാനി, അല്ലാർ, അൽ നാഫി, അൽ മുഖദ്ദിം, അൽ മുഅഖിർ, ഇങ്ങനെ ഒരുപാട് നാമങ്ങൾ ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ നാമം ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ് അറിയിക്കുന്നത്? അള്ളാഹുവിന്റെ അഫ്ആലുകളാണ്. അള്ളാഹുവിന്റെ റുബൂബിയത്ത് അറിയിക്കുന്ന നാമങ്ങളാണ് ഇപ്പൊ പറഞ്ഞു കേട്ടത് ഒരുപാട്. അൽ ഖാദിർ, ഖുദ്റത്തുള്ളവൻ, അൽ ഖാലിഖ് സൃഷ്ടിച്ചവൻ, സൃഷ്ടിക്കുന്നവൻ, അൽ ബാരി അതുപോലെ തന്നെ ആ ഒരു അർത്ഥത്തിലാണത്. അൽ മുസവ്വിർ രൂപം നൽകുന്നവൻ, അൽ ഹൈ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം സ്വയം നിലനിൽപ്പുള്ളവനും മറ്റുള്ളവരെ നിലനിർത്താൻ കഴിവുള്ളവനും, അൽ അലീം എല്ലാം അറിയുന്നവൻ, അസ്സമീഅ് എല്ലാം കേൾക്കുന്നവൻ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്ത് അറിയിക്കുന്ന അർ റബ്ബ് എന്ന നാമത്തിലേക്ക് മടങ്ങുന്ന നാമങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ അർ റബ്ബാകുന്നു, അഥവാ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ എന്നാണ് ഒറ്റ വാക്കിൽ നമ്മൾ മലയാളത്തിൽ അതിനർത്ഥം പറയുക. നേരത്തെ പറഞ്ഞില്ലേ ദുർ റുബൂബിയ എന്ന് പറഞ്ഞില്ലേ. എന്താണ് റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം? റുബൂബിയത്തുള്ളവൻ, സൃഷ്ടിപ്പും നിയന്ത്രണവും അധികാരവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവൻ. ഒറ്റ വാക്കിൽ നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ എന്ത് പറയും? സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പരിപാലിക്കുന്നവൻ, അല്ലെങ്കിൽ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ എന്ന് നമ്മൾ അർത്ഥം പറയും. അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. പിന്നെ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ സൃഷ്ടികളെ കുറിച്ച് റബ്ബ് എന്ന് പറയുകയാണെങ്കിലും ഇതാണ് അർത്ഥം. പരിപാലിക്കുന്നവൻ, മുതലാളി, യജമാനൻ, അധികാരമുള്ളവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് റബ്ബ് എന്ന് പറയാനുള്ള കാരണം അള്ളാഹു അവന്റെ സൃഷ്ടികളായ നമ്മെ സൃഷ്ടിക്കുകയും എന്നിട്ട് നിയന്ത്രിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് അള്ളാഹു നമുക്ക് സർവ്വ അനുഗ്രഹങ്ങളും നൽകി. എങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്? എന്താണ് നമ്മൾ തുടക്കത്തിൽ നമ്മളെ അവസ്ഥ? മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഒരു ഷൈഉൻ മദ്കൂർ, ഷൈഉൻ മദ്കൂർ എന്ന് പറഞ്ഞാൽ പറയപ്പെടാൻ മാത്രം ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ എന്താണ്? ഷൈഉൻ മദ്കൂറാണോ? പറയപ്പെട്ടിട്ടില്ല. ഇവിടെ നമ്മളെ കുറിച്ച് ആരെ കുറിച്ചും ഇവിടെ പറയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തിൽ നിന്നും മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചു. അവന്റെ മാതാവിന്റെ വയറ്റിൽ നമ്മൾ ഓരോരുത്തരും തുടക്കം എന്തായിരുന്നു? തുടക്കം ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. പിന്നീടത് രക്തക്കട്ടയായി മാറി. പിന്നീടത് മാംസകഷ്ണമായി മാറി. 120 ദിവസങ്ങൾ അഥവാ 4 മാസങ്ങൾ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് റൂഹ് ഊതും. ഒരു മലക്കിനെ അയച്ച് അതിന് ജീവൻ നൽകും. അങ്ങനെ എല്ലുകൾ കൊണ്ട് അങ്ങനെയുള്ള ഒരു രൂപം, മനുഷ്യരൂപത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ സമയത്തൊക്കെ നമ്മെ പരിപാലിച്ചവനാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവനാണവൻ.
അള്ളാഹു നമ്മെ പരിപാലിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഉമ്മാന്റെ വയറ്റിൽ ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ശ്വാസവും ഭക്ഷണവും നമുക്ക് വേണ്ട വെള്ളവും ഒക്കെ നമുക്ക് നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ ആ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളതാ പുറത്തേക്ക് വരുന്നു. പിന്നെയും അള്ളാഹു റബ്ബുൽ ആലമീൻ പടിപടിയായി നമ്മളെ വളർത്തിക്കൊണ്ടുവരികയാണ്. നേരെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിന്നതാണോ? അല്ല, പിന്നെ വളർന്ന് 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 വന്നതാണ്. ഇത് അള്ളാഹുവിന്റെ തർബിയത്താണ്. അള്ളാഹു ഇങ്ങനെ പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവന്നവനാണ്. ഇത് അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും ചെയ്തു എന്ന് ബുദ്ധിയുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇതേ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് എല്ലാ സൃഷ്ടികളും വന്നിട്ടുള്ളത്. ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നവൻ, അവൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇതുപോലെയായിരുന്നു. കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു. മാതാവിന്റെ വയറ്റിൽ ഇതുപോലെ വളർന്നു വന്നവനാണ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവന് തോന്നുകയാണ് ഞാൻ ഇലാഹാണ്, ഞാൻ ദൈവമാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ, എത്ര ബാലിശമായ, എത്ര മോശമായ ഒരു അവസ്ഥയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ ഒരു ദുർബലത ഉണ്ടോ? ഇല്ല. അവനാണ് എല്ലാവരെയും പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ. സഹോദരങ്ങളെ, ആ കാലയളവിലൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന, എന്നിട്ട് വീണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ട് വാരി മൂടിയ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പിന്നീട് നമ്മൾ ചോദിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം തരാണ്ടിരിക്കാൻ പ്രയാസമുണ്ടോ? പിന്നെ നമുക്ക് ബുദ്ധിയും വിവേകവും ശക്തിയും ഒക്കെ വന്നതിന് ശേഷം അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുക എന്നത് ഇത്ര മോശമായ കാര്യമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവന്നവൻ, എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്നവൻ, എന്നിട്ട് മനുഷ്യൻ അള്ളാഹു തന്ന ബുദ്ധി കൊണ്ട്, അവൻ തന്ന നാവ് കൊണ്ട്, അവൻ തന്ന അവയവങ്ങൾ കൊണ്ട് പറയുകയാണ് അള്ളാഹു അല്ലാത്ത ഇലാഹുകളുണ്ട്, അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുണ്ട്, അള്ളാഹു അല്ലാത്ത നമ്മെ സഹായിക്കുന്നവരുണ്ട്, അള്ളാഹു അല്ലാത്ത വായുകൂടാതെ ഉത്തരം നൽകുന്നവരുണ്ട്, ഏത് പ്രതിസന്ധിയിലും വിളിക്കാൻ ആളുകളുണ്ട്. എത്ര മോശമായ കാര്യമാണ്! എത്ര വലിയ നന്ദികേടാണെന്ന് നോക്കൂ നിങ്ങൾ. യജമാനനായ സയ്യിദായ അൽ മാലിക്കായ റബ്ബിനോട് ഇതിനേക്കാൾ വലിയ നന്ദികേട് മറ്റെന്താണുള്ളത്? അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഷിർക്ക്, കുഫ്ർ എന്നത് ഇത്ര മോശമായി മാറിയത്. ചെറിയൊരു കാര്യമല്ല അത്. സംവാദം നടത്താനുള്ള കാര്യമല്ല, വെറുതെ വാട്സപ്പിൽ അടിയാനുള്ള കാര്യമല്ല ഷിർക്ക് കുഫ്ർ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ എന്താണത്? സൃഷ്ടാവായ റബ്ബിനോട്, ഇങ്ങനെ പടിപടിയായി വളർത്തി കൊണ്ടുവന്ന റബ്ബിനോട് കാണിക്കുന്ന നിഷേധവും ധിക്കാരവുമാണ് ഷിർക്കും കുഫറും. അതിങ്ങനെ അടി കഴിഞ്ഞിട്ട് ഞാൻ ജയിച്ചു, മറ്റോൻ ജയിച്ചു, സംവാദം കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകാനുള്ളതല്ലത്. സ്വർഗവും നരകവും വേർതിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു ഒരാളോടും അനീതി കാണിച്ചിട്ടില്ല. അള്ളാഹു എല്ലാം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് കിട്ടേണ്ട എല്ലാ അർഹതയും അവകാശവും അള്ളാഹു നൽകിയിട്ടുണ്ട്. എല്ലാം നൽകിയിട്ടുണ്ട്. ഈ സംസാരിക്കുന്ന നാവും കണ്ണും കാതും ശരീരവും, ശരീരത്തിലെ ആന്തരിക അവയവങ്ങളും വെള്ളവും വായുവും ജീവനും ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഇത് കിട്ടാത്ത ആരുള്ളത്? ഒരാൾക്ക് രണ്ട് കാലുമില്ല, രണ്ട് കൈയുമില്ല എന്ന് വിചാരിക്കുക, ഉടല് മാത്രമേ ഉള്ളൂ. അയാളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി അനുഭവിക്കുന്നവനാണ്. എന്തുകൊണ്ട്? ഈ കൈയും കാലും ഇല്ലെങ്കിലും അവന്റെ ശരീരത്തിലുള്ള മറ്റ് ആന്തരിക അവയവങ്ങൾ എത്ര വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് ഒരു ശ്വാസം അതൊന്ന് നിലച്ച് കൃത്രിമമായി നൽകുന്ന ശ്വാസത്തിന് ഒരാഴ്ച അവിടെ കിടന്നാൽ അറിയാം ബില്ല് വരും, വലിയ ബില്ല്. വർഷങ്ങളായി ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് കൊടുക്കുന്നു. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തർബിയത്ത്, അള്ളാഹു പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അവനാണ് റബ്ബ്, അവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ തർബിയത്ത് രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത് തർബിയത്തുൻ ആമ്മ, പൊതുവായ തർബിയത്ത്. എന്താണ് പൊതുവായ തർബിയത്ത് എന്ന് പറഞ്ഞാൽ? എല്ലാ സൃഷ്ടികൾക്കും കിട്ടുന്ന തർബിയത്ത്.
അത് അള്ളാഹുവിന് വഴിപ്പെട്ടവനാവട്ടെ വഴിപ്പെടാത്തവനാവട്ടെ, മുഅ്മിനാവട്ടെ കാഫിറാവട്ടെ, നന്മ ചെയ്യുന്നവനാവട്ടെ മോശം ചെയ്യുന്നവനാവട്ടെ, വഴികേടിലായി പോയവനാവട്ടെ, എല്ലാവർക്കും ഈ തർബിയത്ത് കിട്ടും. ഏതാണ് ആ തർബിയത്ത്? ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. പടിപടിയായി സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ച് ഒരു മനുഷ്യനെ വളർത്തി വലുതാക്കുക എന്നുള്ളത് എല്ലാവർക്കും അള്ളാഹു ചെയ്തിട്ടുള്ള തർബിയത്താണ്. നമ്മളെ പോറ്റി വലുതാക്കിയത് പ്രത്യക്ഷത്തിൽ നമ്മൾ ഉമ്മയും ബാപ്പയായിരിക്കും, നമ്മുടെ കുടുംബക്കാരായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തർബിയത്തിന് കീഴിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഇതെല്ലാവർക്കും കിട്ടും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞില്ലേ, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളവരെല്ലാവരും അള്ളാഹുവിനോട് ചോദിക്കും. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും അവനവന്റെ കാര്യത്തിലാണ്. എല്ലാ ദിവസവും സദാസമയം അള്ളാഹു അവന്റെ സൃഷ്ടികളുടെ കാര്യത്തിലാണ്. അവരെ സൃഷ്ടിച്ചും നിയന്ത്രിച്ചും അവരുടെ മേലുള്ള അധികാരവും നിരീക്ഷണവും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമൊക്കെ അള്ളാഹു സൃഷ്ടികളുടെ മേൽ തർബിയത്തുള്ളവനാണ്. ഇതെല്ലാവർക്കും കിട്ടുന്ന തർബിയത്താണ്. രണ്ടാമത്തേത് തർബിയത്തുൻ ഖാസ, പ്രത്യേകമായ തർബിയത്താണ്. എന്താണ് പ്രത്യേകമായ തർബിയത്ത് എന്ന് പറഞ്ഞാൽ? അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുകയില്ല. അതെല്ലാവർക്കും കിട്ടുന്ന തർബിയത്തല്ല. അത് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഈമാനികമായ തർബിയത്താണ്. അള്ളാഹുവിൽ വിശ്വസിക്കാനുള്ള തൗഫീഖ്, അഥവാ അള്ളാഹു മുഅ്മിനാക്കുക, അള്ളാഹു മുസ്ലിമാക്കുക, അള്ളാഹുവിനെ അറിയുന്നവനാക്കുക, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരിക, സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ചു കൊടുക്കുക, തെറ്റുകൾ സംഭവിച്ചാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള തൗഫീഖ് കൊടുക്കുക, അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകാനുള്ള അവസരം കൊടുക്കുക. ഇങ്ങനെ ഉള്ള പ്രത്യേകമായ തർബിയത്ത് ഇത് എല്ലാവർക്കും അള്ളാഹു കൊടുക്കുകയില്ല. അത് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആ തർബിയത്ത് അത് അമൂല്യമായ തർബിയത്തായി മാറിയത്. നമ്മൾ ഈ പറയുന്ന ഈ ദീൻ തന്നെ അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ മസ്ജിദിൽ കൊണ്ടിരുത്തിയ നമ്മെ അള്ളാഹുവിന് വല്ല കുരിശിനും കീഴിലോ ബിംബങ്ങൾക്ക് മുന്നിലോ വിഗ്രഹങ്ങൾക്ക് മുന്നിലോ കൊണ്ടിരുത്താൻ കഴിവുള്ളവനാണ്. അങ്ങനെ ഇരുന്നിരുന്നവർ, അതിനെ വിളിച്ച് തേടിയവർ, അതിന് സുജൂദർപ്പിച്ചവർ, അള്ളാഹു അവരെ ആ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊന്നും തള്ളിവിടാതെ അള്ളാഹു നേർക്കുനേരെ തൗഹീദിന്റെ പാത തുറന്നു കൊടുത്ത ആളുകളുണ്ട്. കോടാനുകോടി വരുന്ന സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്തവരാണവർ. അതുകൊണ്ടാണ് ഈമാൻ അമൂല്യമായ ഒരു വസ്തുവായി മാറിയത്. ബാക്കിയുള്ളതൊക്കെ മറ്റെന്തെങ്കിലും കൊണ്ട് നമുക്ക് പകരം വെക്കാം. അള്ളാഹു, ഈമാൻ, അവന്റെ ദീൻ, മറ്റൊന്നും അതിന് പകരമാവുകയില്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ ജീവൻ കൊടുക്കാൻ തയ്യാറായത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, മഹാന്മാരായ ബദരീങ്ങൾ, ശുഹദാക്കൾ, അവരൊക്കെ തങ്ങളുടെ ജീവൻ പോയാലും വേണ്ടില്ല ഈമാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് തർബിയത്തുൻ ഖാസ, അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തതെന്നാണ്. ഇപ്പോൾ നാട്ടിലെ രാജാവ് നമ്മളെ പ്രത്യേകമായി പരിഗണിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തന്നു, നമ്മളതെങ്ങനെയാണ് കൊണ്ടെടുക്കുക? താഴോക്കോ തറയിലോക്കോ? ഇല്ല, നമ്മൾ തലയിലേറ്റ് നടക്കും. ദുനിയാവിൽ ഒരാൾ, നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരാൾ നമുക്ക് തന്ന ഒരു കാര്യം ഇതുപോലെ നമ്മൾ പരിപാലിക്കുമെങ്കിൽ സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ ഇസ്ലാം എന്ന ഈ തർബിയത്ത്, അതിനെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു പോവാതെ, പൊളിഞ്ഞു പോവാതെ, തകർന്നു പോവാതെ എത്ര നമ്മൾ സൂക്ഷിക്കണം. ചെറിയ കാര്യമല്ലേ ഇത്.
അള്ളാഹുവിൻ്റെ തർബിയത്ത് രണ്ട് രൂപത്തിൽ, അതിലൊന്ന് എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും, സംശയമില്ല. രണ്ടാമത്തത് കിട്ടാനാണ് പണി. അത് കിട്ടിയ ആളുകൾക്കേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ, സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. ഇതൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരാൾ തൃപ്തിപ്പെട്ടാൽ, അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായും ഒരാൾ തൃപ്തിപ്പെട്ടാൽ അയാൾ ദാഖ തഅമൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം നുകർന്നിരിക്കുന്നു. ഈമാനിന് മാധുര്യമുണ്ട്, ഈമാനിന് ഒരു മധുരമുണ്ട്. ആ മധുരം നമുക്ക് കിട്ടിയിട്ടില്ലേ സഹോദരങ്ങളെ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം, ദീനുമായുള്ള നമ്മുടെ അവസ്ഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായുള്ള, അവിടുത്തെ കൽപ്പനയുമായുള്ള നമ്മുടെ ബന്ധം പരിശോധിച്ച് നോക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാനിന് മാധുര്യമുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മധുരമുള്ളൊരു കാര്യമാണ്. ഇതാണ് ദുനിയാവിൽ ഒരു അടിമക്ക് കിട്ടുന്ന ഏറ്റവും മധുരമായ കാര്യം, ഈമാൻ. ബാക്കിയുള്ളത് എന്ത് കിട്ടിയാലും അതിലൊക്കെ ഒരു കല്ലേടി ഉണ്ടാവും. ലോകത്തെ ഏറ്റവും വലിയ ബില്യണറുകൾ എടുത്തു നോക്കൂ, മൂപ്പരോട് പോയിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് നോക്കൂ, പ്രയാസങ്ങളെ പറയാനുണ്ടാവുള്ളൂ, കുറേ കഷ്ടപ്പാടുകൾ പറയാനുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് അതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പേടിയെങ്കിലും ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയ അതെങ്കിലും ഉണ്ടാവും. ഈമാൻ എന്നത് അമൂല്യമായ നിധിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നഷ്ടപ്പെടുമോ എന്നത് നമ്മൾ പേടിക്കണം. അള്ളാഹു മരണം വരെ നമ്മെ അവൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ റബ്ബ് എന്ന നാമം, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. റബ്ബ് എന്ന നാമം തൊട്ട് മുന്നേ പറഞ്ഞ അൽ ഇലാഹ്, അള്ളാഹു എന്ന നാമം, അത് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. ഏതൊരുവനാണോ റബ്ബ്, അവൻ മാത്രമാണ് ഇലാഹ്. ഇലാഹ് ആവാനുള്ള യോഗ്യത എന്താ? അവൻ റബ്ബായിരിക്കണം. ഇത് അടിസ്ഥാനമാണ്, പഠിച്ചു വെച്ചോളൂ, ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആരാധനക്ക് അർഹത വേണമോ അതിനുള്ള യോഗ്യത എന്താണ്? അവൻ റബ്ബായിരിക്കണം. സ്രഷ്ടാവും നിയന്താവും അധികാരപ്പെടുത്തുന്നവനും ഉടമപ്പെടുത്തുന്നവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഒക്കെ മാത്രമേ ഇലാഹാവാനുള്ള അർഹതയുള്ളൂ. ഇലാഹാവാനുള്ള അർഹത റബ്ബിന് മാത്രമേ ഉള്ളൂ. അപ്പോഴേ ഒരാൾക്ക് ഇലാഹാവാൻ സാധിക്കുകയുള്ളൂ. ബാക്കി ആര് ഇലാഹാണെന്ന് പറഞ്ഞു വന്നാലും റബ്ബാണോ എന്ന് നമുക്ക് ചോദിക്കാനുള്ളത്. റബ്ബല്ലേ, ഇലാഹല്ല. റബ്ബല്ലേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, ആരാധനകൾ സമർപ്പിക്കാൻ പാടില്ല, നേർച്ച വഴിപാട് നടത്താൻ പാടില്ല, ഭരമേൽപ്പിക്കാൻ തവക്കുൽ ചെയ്യാൻ പാടില്ല. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് ഉലൂഹിയത്തിനെ നിർബന്ധമാക്കുന്നു. ഒരു ഖായിദയാണത്. ഒരാൾ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചോ എങ്കിൽ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇബാദത്തുകൾ അവന് മാത്രമേ വകവെച്ച് നൽകാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ അള്ളാഹു, അൽ ഇലാ, അർ റബ്ബ് എന്നീ നാമങ്ങളാണ് ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവനെക്കുറിച്ച് പഠിക്കാനും അവൻ്റെ ദീൻ പഠിക്കാനും അതിലായി ജീവിക്കാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു തുറവിയും ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.